മേരി മാതാ വാട്ടയുടെ ആശംസകൾ. ഈ മേരി മാതാ ദേവാലയത്തിലെ ഇത്രയും പ്രായം കുറഞ്ഞ ഞാൻ എന്താണ് ഈ വേഷത്തിൽ വന്നതെന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കും. നമ്മൾ മലയാളികൾ അനുകരിക്കാൻ വളരെ മിടുക്കലാണ്. അപ്പൊ ഞാനും അനുകരിക്കുന്നു. അത് ആരെയാന്ന് പിന്നെ പറയാം. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ വാട്ട പരിപാടിക്കായിട്ട് ചില പ്രമുഖ വനിതകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ പല പല കാര്യങ്ങളിലും അഗ്രഗണ്യരാണ്. അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാനൊന്ന് കൈയടിച്ച് അവരെ സ്വാഗതം ചെയ്തു. വളരെയധികം പ്രശസ്തരും പ്രഗത്ഭരുമായ ഈ പഞ്ചമ്മച്ചിമാരെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ. ഒന്നാമതായി ആതുര സേവന രംഗത്ത് സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് അവാർഡ് മേടിച്ചവരുടെ കൂടെ ജോലി ചെയ്ത് സ്വന്തമായി ഒരു അവാർഡ് പോലും മേടിക്കാത്ത ഹോം നേഴ്സായി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആനപ്പാറയിൽ നിന്നും വന്ന അച്ചാമ്മ. അടുത്തതായി കായിക മേഖലയിൽ സ്വർണവും വെള്ളിയും വെങ്കലവും മംഗലവും വാങ്ങി നമ്മുടെ രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്തവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈപ്പുഴ പോലും തെറ്റിപ്പോയ ഒറ്റപ്പാറയിൽ നിന്നും വന്ന വത്സമ്മ. മാതൃവേദിയുടെ ഇലക്ഷൻ അടുക്കുമ്പോൾ പ്രസിഡന്റ് ആവണോ സെക്രട്ടറി ആവണോ എന്ന് പോലും അറിയത്തില്ലാതെ ഇലക്ഷൻ കഴിയുന്നത് വരെ പള്ളിമുറ്റത്ത് പോലും കയറാതെ പൊതുപ്രവർത്തനം നടത്തുന്ന അട്ടപ്പാടിയിൽ നിന്നും വന്ന സാറാമ്മ അപ്പച്ചി. അടുത്തതായി പാചകകലയിൽ അതിനിപുണിയായ മിസ്സിസ് കെ എം മാത്യുവിനെ പോലും വെല്ലുന്ന കൈപുണ്യമാണ് തനിക്കെന്ന് സ്വയം പ്രശംസിക്കുന്ന ചെറുപ്പം മുതലേ ഇവര് ജഡ്ജി ആകണമെന്ന് വലിയ ആഗ്രഹത്തോടെ ആഗ്രഹിച്ചെങ്കിലും വാക്സാമർത്ഥ്യം മാത്രം കൈമുതലായുള്ള ഏലപ്പാറയിൽ നിന്നും വന്ന ഏലമ്മ. അവസാനമായി സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യ റായിയെ പോലും വെല്ലുന്ന പ്രകടനം കാഴ്ചവെക്കണമെന്ന ആശയോടെ മേക്കപ്പ് ചെയ്ത് കാറ്റ് വാക്ക് നടത്തുന്ന ആനക്കുളത്ത് നിന്നും വന്ന ആനിയമ്മ. അങ്ങനെ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. നമ്മുടെ മാന്യ വ്യക്തിയായ ജഡ്ജി അമ്മയെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യുവർ ഓണർ, ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുൻപിൽ വെക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലും ആയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ. 3 കൊല്ലം നിന്റെ കൂടെ നടന്ന അവസാനം 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് IPS സെക്ഷൻ 48A 48B എന്നീ വകുപ്പ് പ്രകാരം പത്രോസിനെ നീ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. താങ്ക് യു ജഡ്ജിയമ്മ. നമ്മുടെ ഈ പഞ്ചമ്മച്ചിമാർ വലിയ പാട്ടുകാരാണെങ്കിലും ഇവർക്ക് ടെമ്പോയും പിച്ചും പേയും ഒന്നും ഇല്ലെങ്കിലും എന്ത് ചോദിച്ചാലും ഇവർക്കൊരു ഗുണമുണ്ട്. ഇവര് പാട്ടിൽ കൂടിയേ മറുപടി പറയുകയുള്ളൂ. അപ്പം നമുക്ക് ഈ അമ്മച്ചിമാരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അമ്മച്ചിമാരെ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ സൗന്ദര്യം, ഈ വേഷം, ഈ കുണുക്ക്, എന്തൊരു ഭംഗി, എന്തൊരഴക്, നിങ്ങൾക്ക് തോന്നില്ലേ അങ്ങനെ?
ആഹാ, ആരും ഒന്നും മിണ്ടുന്നില്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എന്നായാലും ഈ പ്രായത്തില് ഈ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം എന്തെന്നൊന്ന് വെളിപ്പെടുത്താമോ? ചെമ്പാവ് കുന്നിൽ ചോറ് നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ ഓ, ഇത് കേട്ട് നമ്മുടെ വായിലൊക്കെ വെള്ളം ഊർന്നു. എനിക്ക് മാത്രമല്ല, ഈ ഇരിക്കുന്ന എല്ലാവർക്കും. അത് പോട്ടെ, ഒരു സ്വകാര്യം ചോദിക്കട്ടെ. സാധാരണ പെണ്ണുങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. നിങ്ങൾ ചെറുപ്പത്തിൽ ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാരും പറയും, ഞാനില്ല. നീയുണ്ടോ? ഞാനുമില്ല. പിന്നെ അവൻ എന്നോട് ഇച്ചിരി അങ്ങനെയായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ഈ അമ്മച്ചിമാരുടെ പ്രണയത്തെ കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം, ഇവരെന്താ പറയാന്നറിയാലോ. അമ്മച്ചിമാരെ, നിങ്ങൾ ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവർക്ക് പ്രണയം ഉണ്ടായിരുന്നു. ഇവരുള്ള കാര്യം തുറന്നു പറഞ്ഞു. അപ്പൊ ആ പ്രണയം പൂത്ത് കായ്ച്ച് പടർന്ന് പന്തലിച്ച് അപ്പച്ചന്മാരുടെ ഭാഗ്യമായി. നിങ്ങളുടെ പ്രണയത്തെ കുറിച്ച് അപ്പച്ചന്മാരുടെ അഭിപ്രായം എന്തായിരുന്നു? ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്ത് മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു. പെണ്ണേ ഞാൻ വിടില്ല, പൊന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. പെണ്ണേ ഞാൻ വിടില്ല, എന്നെ പിന്നെ കൊന്നാലും പൊന്നേ നിന്റെ പിടി വിടില്ല. കർത്താവിനെ കൽപ്പിച്ചപ്പോൾ അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇടം കൊടുത്ത് ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെയായി അല്ലേ? അപ്പച്ചന്മാർ ഇതൊക്കെ പറഞ്ഞാലും അമ്മച്ചിമാരായ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? കണ്ടതിൽ പിന്നെ ആത്മാവിനാനന്ദം ഞാനറിഞ്ഞു. ആശസന്താഹവും ഞാനറിഞ്ഞു. അന്നു നമ്മൾ കണ്ടതിൽ പിന്നെ ആത്മാവിനാനന്ദം ഞാനറിഞ്ഞു. ആശസന്താഹവും ഞാനറിഞ്ഞു. ഓഹോ, അങ്ങനെയായിരുന്നു നിങ്ങളുടെ കാലം അല്ലേ? അപ്പൊ ഇപ്പൊ ഇല്ലാത്തതും ഇത് തന്നെയാണ്. ഇത് പറഞ്ഞപ്പോഴാ ഓർത്ത് നമ്മുടെ മക്കളെ കുറിച്ച്. ഈ ആപ്പും ലാപ്പും ആപ്പിളും ഒക്കെ ആയി നടക്കുന്ന നമ്മുടെ മക്കളെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല. കച്ചറ കാട്ടി നടക്കും, ചക്കര കാട്ടി വെടക്കായി വടക്കും തെക്കും നടന്നു നടുകൊടി. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല. കച്ചറ കാട്ടി നടക്കും, ചക്കര കാട്ടി വെടക്കായി വടക്കും തെക്കും നടന്നു നടുകൊടി. അപ്പൊ നമ്മുടെ അമ്മച്ചിമാർക്ക് കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. മക്കളുടെ കാര്യം എങ്ങനെയാണെങ്കിൽ അപ്പൊ അവര് കെട്ടിക്കൊണ്ട് വന്ന മരുമക്കളുടെ കാര്യം എങ്ങനെയാ? അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന പിള്ളമാരൊന്നും വേണ്ട.
അല്ലേലും ശ്രീമന്തം കോൺട്ര. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന വെൾമാരൊന്നും വേണ്ട. ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവളല്ലേലും ശ്രീമന്തം കോൺട്ര. ഓ, അത്രയ്ക്ക് ഇഷ്ടമാണ് മരുമക്കളെ അല്ലേ? കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുന്ന സ്നേഹം. ഇതൊക്കെയാണ് അവസ്ഥ, കാലം പോയ പോക്കെ. ഇനി ഇപ്പൊ അധികം ചോദിക്കണ്ട, കാരണം ഈ അമ്മച്ചിമാര് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ സത്യമായിട്ട് തുറന്നു പറയുന്നവരാ. അതുകൊണ്ട് ഇനി അല്പം പൊതുകാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ പള്ളിപണി തുടങ്ങി. നമ്മുടെ പള്ളിപണിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമായി പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ ജനനഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിങ്ങു പകലു തേടുമ്പം കുലുമാൽ. അയ്യോ, ഗുലുമാലിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ എങ്ങനെയാ പള്ളി പണി ഇത്ര വരെ ആക്കിയെന്നാ ചോദിച്ചത്. പരിപ്പ് വട, പരിപ്പ് വട, പരിപ്പ് വട, പക്കുവട, കൊക്കുവട, പപ്പടവട, നമ്മുടെ വായിൽ ചടപടവട, നമ്മുടെ വായിൽ ചടവട, നമ്മുടെ വായിൽ ചടവടവട, നമ്മുടെ വായിൽ ചടവട. പരിപ്പ് വട, പക്കുവട, പരിപ്പ് വട, പരിപ്പ് വട, പക്കുവട, കൊക്കുവട, പപ്പടവട, നമ്മുടെ വായിൽ ചടവടവട, നമ്മുടെ വായിൽ ചടവടവട, നമ്മുടെ വായിൽ ചടവടവട, നമ്മുടെ വായിൽ ചടവട. പരിപ്പ് വട, അമ്മച്ചിമാരെ, നിങ്ങൾ ഹോട്ടൽ നടത്തിയെന്നല്ല ഞാൻ ചോദിച്ചത്. ബീഫും കേക്കൊന്നും വിറ്റോന്നല്ല. ഈ പള്ളിപ്പണിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ്. ബിരിയാണിയും പരിപ്പും ചോറും ഒക്കെ ഉണ്ടാക്കി കൊടുത്താല് വിശ്വാസികൾ ആരും കൂടെ നിൽക്കുകയല്ല. അതിന് ശക്തമായ പ്രാർത്ഥനയും വിശ്വാസികളെ ചേർത്ത് നിർത്താൻ പറ്റിയ അച്ഛന്മാരും ഉണ്ടായിരിക്കണം. നമുക്ക് 2 അച്ഛന്മാരുണ്ടല്ലോ. നിങ്ങൾക്കറിയത്തില്ലേ? സുന്ദരനും സുമുഖനും സുശാഖനും സുസ്മേരവദനുമായ നമ്മുടെ സെബാസ്റ്റ്യൻ അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ? അടുത്തതായി ഇനി നമുക്ക് വേറെ ഒരു അച്ഛനില്ലേ? നല്ല 7 അടി ഹൈറ്റും നല്ല 6 പാക്കും 7 പാക്കും ഒക്കെ ഉള്ള, ജിമ്മിലൊക്കെ പോയി നല്ല ട്രിം ആയിട്ട് വരുന്നേ. നമ്മുടെ മനസ്സിനുള്ളിൽ ഇരിക്കുന്നൊക്കെ കണ്ടുപിടിക്കുന്ന പറയുന്നേ. സുന്ദരനും സുമുഖനുമാണ് കേട്ടോ. അച്ഛനെ കുറിച്ച്, അച്ഛന്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയല്ലോ. പാറേലച്ഛൻ. അച്ഛനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? കുളച്ചരച്ചാൽ കൊത്തമല്ലി, കുഴി കുഴിക്കാൻ കുളത്തിലെ നീർക്കോലി. പടയന്റെ മകളെ, ഒടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി കുറിയാടരുതേ. പുലത്തിന് പല പോയൊരു പുലിയാണ് നീ ചിന്തകത്തിൽ കരുതേ. അമ്മച്ചിമാരെ, ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്. ഈ 2 അച്ഛന്മാരും കൂടിയത് കൊണ്ടാണ് നമ്മുടെ പള്ളിപണി ഇത്രയും എത്തിയത്. അതിലധികമായി ദൈവത്തിന്റെ കരുണയും കൃപയും അല്ലേ? അപ്പൊ നമുക്ക് ദൈവത്തിന് നന്ദി പറയണ്ടേ? ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരം.